യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ കൈമാറാൻ തീരുമാനിച്ച് റഷ്യയും യുക്രൈനും. 3 വർഷമായി തുടരുന്ന സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ട 6000-ലേറെ സൈനികരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതു സംബന്ധിച്ച് അയൽ രാജ്യമായ തുർക്കിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും രേഖകൾ കൈമാറി. റഷ്യൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. യുദ്ധത്തിനിടെ റഷ്യ നിർബന്ധിതമായി നാട് കടത്തിക്കൊണ്ടുപോയ കുട്ടികളുടെ പട്ടികയും യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറിയെന്നാണ് സെലൻസ്കിയുടെ ഓഫീസ് മേധാവി പറഞ്ഞത്. ഇവരെ അടിയന്തരമായി തിരികെ നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തുർക്കിയിൽ കഴിഞ്ഞ ദിവസം നടന്ന റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ എങ്ങുമെത്താതെ അവസാനിച്ചിരിക്കുകയാണ് ചെയ്തത്. 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് തുർക്കിയിൽ നടന്ന ചർച്ചയിൽ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാവുകയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 6000 സൈനികരുടെ മൃതദേഹങ്ങൾ കൈമാറാൻ സംബന്ധിച്ചാണ് ചർച്ചയുണ്ടായത്. അതിൽ ഏക തീരുമാനവും അതുതന്നെയായിരുന്നു. ഇരുപക്ഷവും 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സമാധാനം അടുത്തെങ്ങും സാധ്യമല്ല എന്നാണ് തീരുമാനത്തിലുണ്ടായത്. ഞായറാഴ്ച യുക്രൈൻ നടത്തിയ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ വ്യോമതാവളങ്ങളിൽ ഉണ്ടായിരുന്ന 41 യുദ്ധവിമാനങ്ങൾ തകർന്നു. യുക്രൈനിൽ നിന്നും 7000 കിലോമീറ്റർ അധികം അകലെയുള്ള ആർട്ടിക് സൈബീരിയൻ വിദൂര മേഖലയിലെ വ്യോമ താവളങ്ങളിലാണ് ആക്രമണം നടന്നത്. ഈ ആക്രമണം റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ യുദ്ധവിമാനങ്ങളാണ് നശിച്ചത്. ഇതോടെ റഷ്യയുടെ അടുത്ത നീക്കം എന്തൊക്കെയെന്ന ആശങ്കയിലാണ് യുക്രൈൻ ജനത. യുക്രൈനിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ റഷ്യ അടുത്തിടെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി ജീവഹാനികളും ഉണ്ടായി. ഇതിന് പ്രതികാരമായിട്ടായിരുന്നു യുക്രൈന്റെ ആക്രമണം. ഞായറാഴ്ച യുക്രൈനിൽ നിന്നുള്ള 472 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യ അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് സമാധാന ചർച്ചയ്ക്ക് ഭീഷണി ഉയർത്തി റഷ്യയും യുക്രൈനും ആക്രമണം തുടരുന്നത്. റഷ്യ ആക്രമണം നടത്തിയില്ലെങ്കിൽ ഉപരോധം അടക്കം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം റഷ്യയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ തിരിച്ചടി നടത്തിയിട്ടുണ്ട്. റഷ്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 40 യുദ്ധവിമാനങ്ങൾ തകർത്തതായി യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു. കിഴക്കൻ സൈബീരിയയിലെ വ്യോമതാവളങ്ങൾ അടക്കമാണ് യുക്രൈൻ ആക്രമിച്ചത്. സൈബീരിയയിലെ ഇതാദ്യമായാണ് ഇത്തരമൊരു ആക്രമണം നടക്കുന്നത്. യുക്രൈന്റെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനുള്ള തിരിച്ചടിയായാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. യുക്രൈന്റെ ഡ്രോൺ ആക്രമണം കാരണം തങ്ങളുടെ നിരവധി സൈനിക വിമാനങ്ങൾ തീപിടിച്ചതായി റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് SBUയുടെ ആണ് റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. കിഴക്കൻ സൈബീരിയൻ നഗരമായ ബെലായ, ഫിൻലാൻഡിന് സമീപമുള്ള ഒലൈന, മോസ്കോയുടെ കിഴക്കുള്ള നഗരമായ ഇവനോവോ എന്നിവയാണ് യുക്രൈൻ ഡ്രോണുകൾ ലക്ഷ്യം വെച്ചതെന്നാണ് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തത്. യുക്രൈൻ നടത്തിയ ഈ ഡ്രോൺ ആക്രമണം ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും നാശം വിതച്ചതാണ്. ഇത് റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. സ്പൈഡർ വെബ് എന്ന് അർത്ഥം വരുന്ന പുതുജ്ഞ എന്ന പേരിലാണ് യുക്രൈൻ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്. 1 വർഷത്തോളം നീണ്ട ആസൂത്രണത്തിന് ഇടയിലാണ് വിജയകരമായി റഷ്യയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം യുക്രൈൻ നടത്തിയത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കാർഗോ ട്രക്കുകൾക്കുള്ളിൽ തടി കൊണ്ടുള്ള ഷെഡുകളിലാണ് ഡ്രോണുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആക്രമണത്തിന് നിശ്ചയിച്ച സമയത്ത് ഈ ട്രക്കുകളുടെ മുകൾ ഭാഗം ദൂരെ നിന്നും തുറക്കുകയും ഡ്രോണുകളുടെ റഷ്യയിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുകയുമായിരുന്നു. റഷ്യയുടേതുപോലെ തന്നെ കൂറ്റൻ മിസൈൽ ആയുധങ്ങൾ സ്വന്തമായില്ലാത്ത യുക്രൈൻ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നേരത്തെ സൈനിക കേന്ദ്രങ്ങളും മറ്റും ആക്രമിച്ചിട്ടുള്ളത്. അതേസമയം റഷ്യയെ പൂട്ടാൻ US നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് US സെനറ്റ് റിച്ചാർഡ് ബ്ലൂമെന്താൽ ഉയർത്തിയിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ കൂടാതെ ഗ്യാസ്, പെട്രോകെമിക്കൽ,
എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ എല്ലാ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണം എന്നാണ് ബ്ലൂമെന്താൽ ആവശ്യപ്പെട്ടത്. യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യുഎസ് റഷ്യയോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് അനുകൂല നിലപാടല്ല റഷ്യയും പുടിനും സ്വീകരിച്ചത്. ഇതാണ് യുഎസിനെ ചൊടിപ്പിച്ചത്. ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ ലക്ഷ്യമിട്ടാണ് യുഎസിന്റെ ഇപ്പോഴത്തെ നീക്കം. യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്കുമേൽ നേരത്തെ തന്നെ യുഎസ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ ഊർജം, സൈനിക പ്രതിരോധ മേഖല, ലോജിസ്റ്റിക്, ഏവിയേഷൻ തുടങ്ങിയ മേഖലയിലാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ ഉപരോധത്തിൽ റഷ്യ തളർന്നില്ല. ഇതോടെയായിരുന്നു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. അതോടെ 500% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്ന ബിൽ ബ്ലൂമെന്താൽ ഉടൻ തന്നെ സെനറ്റിൽ അവതരിപ്പിക്കുകയായിരുന്നു. അത്തരമൊരു നടപടിയുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക ഇന്ത്യക്കും ചൈനയ്ക്കുമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കാരണം റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ 70% നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ്. യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിലിൽ ആശ്രയിച്ചിരുന്നത് സൗദിയെയും ഇറാഖിനെയുമായിരുന്നു. ഈ സമയങ്ങളിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് വെറും 2% താഴെ എണ്ണ മാത്രമാണ്.